ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ഹൽവ ഉണ്ടാക്കാനായിട്ട് പഞ്ചസാരയോ തേങ്ങാപ്പാലോ ഒന്നും വേണ്ട, മൈദയും ശർക്കരയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിനകത്തോട്ട് 1/2 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഈ ഒരു മൈദ ഇതുപോലെ ബൗളിൽ ഇടണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് നേരിട്ട് ഇതൊന്ന് ചൂടാക്കിയാൽ മതിയാവും. പക്ഷെ ഞാനതൊന്ന് പറയാൻ വേണ്ടിയിട്ട്, ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബൗളിൽ ഇട്ടെന്നേ ഉള്ളൂ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാൻ ലോ ഫ്ലെയിമിലാണ് ചൂടാക്കാൻ വെച്ചിരുന്നത്. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു പച്ചവാസനയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മാറി കിട്ടാനാണ് ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് നെയ്യോ അങ്ങനത്തെ ഒന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു ബൗളിലോട്ട് ചൂടോടെ തന്നെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏത് കപ്പിലാണോ മൈദ അളന്നത് അതേ കപ്പിൽ തന്നെയാണ് അതേ അളവിൽ വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ അതാ ഞാനിവിടെ ബൗളിനകത്തോട്ട് മൈദ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ 1/2 കപ്പ് സാദാ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മൈദ നന്നായിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഒട്ടും തന്നെ കട്ട പിടിക്കാൻ അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ആ കട്ടകൾ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. പിന്നെ ചിലപ്പോൾ സ്പൂണ് കൊണ്ട് ചിലപ്പോൾ ഇളക്കിയ ഈ പറഞ്ഞ പോലെ കട്ടകൾ മാറണം എന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഉടച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആവും. അല്ലെങ്കിൽ മിക്സിയിലാണെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് അടിച്ചെടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ കട്ടകളില്ലാതെ കിട്ടും. അപ്പം ഞാനിതാ ഈ ഒരു രീതിയിൽ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല പാലും വെള്ളം പോലെ കിട്ടിയിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് നല്ല കടുപ്പം കറുത്ത കളറുള്ള ശർക്കരയൊക്കെ ഉണ്ടല്ലോ, കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ളത്, അതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ശർക്കര ഇതാണ്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം 1.5 കപ്പ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇടിച്ചിട്ടാണ് കേട്ടോ ഞാൻ കപ്പിൻ്റെ അളവ് പറയുന്നത്. 250 ml മെഷർമെൻറ്റ് കപ്പിൻ്റെയാണ്. ഇനി നമുക്ക് ഈ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളം ചേർക്കരുത്. നമുക്ക് ശർക്കരപ്പാനി ഒത്തിരി ലൂസായിട്ടും കാര്യമില്ല, അത്യാവശ്യം ഒരു തിക്നെസ് വേണം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഈ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് ഒരു ഏലക്ക ഒന്ന് ചെറുതായിട്ട് തൊലിയൊക്കെ ഒന്ന് പൊളിച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ലാസ്റ്റ് ശർക്കരപ്പാനി ഒന്ന് അരിച്ചെടുക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആ ഏലക്കയും എടുത്ത് മാറ്റിക്കളയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഏലക്ക ഇട്ട് കൊടുക്കുമ്പം ഈ ഒരു ശർക്കരപ്പാനിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്, ശർക്കര കലിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് ഒന്ന് അരിച്ച് മാറ്റി ഒഴിക്കാം. നമുക്കറിയാം ശർക്കരയാണ്, കരടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാനൊരു ഗ്ലാസ്സിനകത്തോട്ട് ഒന്ന് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഏലയ്ക്കും അതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഈ അരിച്ചിട്ടുള്ള ശർക്കരപ്പാനി അതേ പാത്രത്തിലോട്ട് വീണ്ടും ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ചെറുതായിട്ടൊന്ന് തിളയ്ക്കാനൊന്ന് അനുവദിക്കുക. തിളച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് ലോ ഫ്ലെയിമിലിടാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഈ ശർക്കരപ്പാനിയൊക്കെ ഉരുക്കിയിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിലും ഇടയ്ക്ക് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടായിരുന്നു. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മൈദയുടെ മിക്സ് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഇച്ചിരി നേരം പുറത്ത് വെച്ചതുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചതുകൊണ്ട് ഇതിനകത്തുള്ള മൈദപ്പൊടിയെല്ലാം ചിലപ്പോൾ താഴെ അടിഞ്ഞ് കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ തന്നെയാണ്, മറക്കരുത്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് മൈദ ഒഴിച്ചു കൊടുക്കുക തിളച്ച് കൊണ്ടിരിക്കുന്ന ശർക്കരപ്പാനിയിലോട്ട്. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. കാരണം ഇത് മൈദയാണ്, പെട്ടെന്ന് കുറുകാൻ തുടങ്ങും. ഒത്തിരി അങ്ങ് കുറുകി കട്ടയായാലും കൊള്ളത്തൊന്നുമില്ല. നമുക്ക് ഒരു പതുക്കെ ഒന്ന് കുറുകി വരുന്നതാണ് ഏറ്റവും നല്ലത്, ആ ഒരു കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇനി ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം പതുക്കെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഇതാ കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു നമ്മളിപ്പം ഇളക്കിക്കൊണ്ടിരിക്കുന്ന തവിയിൽ ഈ പറഞ്ഞ പോലെ കട്ട പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് കറക്റ്റാണ്. ഇനി അടുത്ത് നിന്നുകൊണ്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ ഹൽവയിൽ എപ്പോഴും നെയ്യ് ചേർക്കണമല്ലോ. നെയ്യും അല്ലെങ്കിൽ നമുക്കിതിന് പകരം എണ്ണ ഇഷ്ടമുള്ളത് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഇവിടെ കണ്ടോ, ഇത് ചെറുതായിട്ട് ഇങ്ങനെ കുറുകിയൊക്കെ തിക്കാവാൻ തുടങ്ങി. ഇതിലത്തെ വെള്ളം, ശർക്കര പാനിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് ഞാൻ മാക്സിമം ഇതിനകത്ത് കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഈ ഒരു അളവിന് ശരിക്കും പറഞ്ഞെന്നാൽ 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയുള്ള നെയ്യാണ് ചേർക്കേണ്ടത്. പക്ഷേ ഞാനിതൊരു 3 ടേബിൾ സ്പൂൺ നെയ്യിൽ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് ചേർക്കുന്നതോറും സ്വാദ് കൂടുതലാണ്, നല്ലൊരു ടെക്സ്ചറിലോട്ടൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഞാൻ ഒത്തിരി നെയ്യ് വേണ്ടാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 3 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതാ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഞാൻ പതുക്കെ ഇതിൻ്റെ ഒരു മരത്തിൻ്റെ തവി കൊണ്ട് മാറ്റി ഞാനിപ്പോൾ ഒരു സ്പാച്ചിലൊന്ന് എടുക്കുന്നുണ്ട്. എനിക്കതാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ, ഇതൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഇതിനിടയ്ക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം ഞാൻ പറയാം ചേർക്കുന്നത് എപ്പോഴാണെന്നുള്ളത്. അടുത്തത് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചിട്ടുള്ളതാണ് മിക്സിയിൽ, അതുകൊണ്ടാണ് ഇതിന് വെള്ള കളറിലിരിക്കുന്നത് കേട്ടോ ഏലക്ക. അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് നല്ലൊരു ഒട്ടും കടിക്കാൻ കിട്ടാതെ ഒന്നും നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും ഏലക്ക. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കയ്ക്ക് ഒഴിവാക്കാം, ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ. പിന്നെ നമുക്ക് ഹൽവയ്ക്ക് ഒരു ചെറിയൊരു ഏലക്കയുടെ ഫ്ലേവർ ഉള്ളത് നല്ലതാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാണ്. അടുത്തത് അല്പം ഒരു 2-2.5 ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് നുറുക്കി ഇതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശുവണ്ടി അത് ചിലപ്പോൾ മുഴുവനോടെ കൂടി ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഞാൻ അങ്ങനെ ചെറുതായിട്ട് മുറിച്ചിടുകയാണ്. അപ്പോൾ എല്ലായിടത്തേക്കും ഒരുപോലെ നമുക്ക് നമ്മൾ കടിക്കുന്ന ഓരോ ബൈറ്റിൽ നമുക്ക് ആ ഒരു കാഷ്യൂ നട്ട്സ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്. ഇനി ഒന്നും കൂടെ നിർത്താതെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നെയ്യ് നിങ്ങൾ കുറച്ചും കൂടെ അധികം ഒഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഒഴുകി നടക്കും കേട്ടോ നമ്മുടെ പാത്രത്തിനകത്തോട്ട്. ഞാൻ ഒത്തിരി നെയ്യ് അങ്ങ് ചേർക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് 3 ടേബിൾ സ്പൂണിൽ നിർത്തിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു ഹൽവ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിൽ ഇതുപോലെ അല്പം നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ കൂടെ തന്നെ ഹൽവയുടെ മിക്സ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഈ ഒരു പാത്രത്തിനകത്തോട്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതായത് നമ്മളൊരു സ്പൂണിൽ ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലാണ് നല്ലൊരു ഷേപ്പിൽ, പാത്രത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നെയ്യിലൊന്ന് അതിൻ്റെ പുറം ഭാഗം ഞാൻ നെയ്യിലൊന്ന് മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പൂണിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നെയ്യ് തന്നെ വേണം എന്നൊന്നുമില്ല, വെളിച്ചെണ്ണ ആണെങ്കിലും, വെളിച്ചെണ്ണയല്ല, എണ്ണ, മണമില്ലാത്ത എണ്ണയാണ് നല്ലത്. എണ്ണയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിലൊക്കെ ആണെങ്കിലും ഒന്ന് മുക്കിയെടുത്ത് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്ത് കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. അപ്പം അപ്പോഴാണെങ്കിലും ഇത് ലെവൽ ചെയ്തിട്ട് വരും. കണ്ടോ, ഇതിപ്പോൾ സ്പൂണിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ലെവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ കൂടി വന്ന അരമണിക്കൂർ അത്രയും സമയം മതിയാവും ഇത് ചൂടാറാനായിട്ട്. അപ്പോൾ അതവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈഡുകളിൽ നിന്നൊക്കെ നമുക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഒരു സ്പാച്ചുല വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു കത്തി വെച്ചിട്ടോ ഒന്ന് അകത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലോട്ട് തിരിച്ചിടാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഇതേപോലെ ഒന്ന് അകത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രം എടുക്കാം, അതിനകത്തോട്ടൊന്ന് മറിച്ചിടാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ഹൽവ ഇവിടെ റെഡിയാണ്. ഇതൊരു ശർക്കര ഹൽവയാണ്. നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന അതേ ഹൽവയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. നിങ്ങളെല്ലാവരും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മാക്സിമം നമ്മൾ ഹെൽത്തി ആക്കാൻ നോക്കിയിട്ടുണ്ട്, കളറോ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആക്കാനായിട്ട് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം അതുപോലെ തന്നെ പഞ്ചസാര ഒട്ടും തന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല, തേങ്ങാപ്പാലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. കളറൊന്നും ചേർക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. ഒരു 15 മിനിറ്റിനകത്ത് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.